നമസ്കാരം. രക്തക്കുഴലുകൾക്കകത്തുള്ള അടവ് വളരെ പ്രധാനമായിട്ട് ഇപ്പൊ കാണുന്ന ഒരു അസുഖമാണ്. രക്തക്കുഴലിനകത്ത് അടവെന്ന് പറയുമ്പോൾ അത് ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിലാവട്ടെ, തലച്ചോറിനകത്ത് സ്ട്രോക്കിന്റെ രൂപത്തിലാവട്ടെ, അതല്ല എങ്കിൽ കാലിലുണ്ടാകുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അത് പല പേഷ്യൻസിനും കാലിൽ അമിതമായ വേദനയാണ്. അത് വേരിക്കോസ് വെയിൻ മാത്രമല്ല അതിന്റെ കാരണം, ഈ പറയുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഞാൻ ഈ ഒരു വിഷയം നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് പലർക്കും ഇങ്ങനെയുള്ളവർക്ക് ഡി ഡൈമർ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഡി ഡൈമർ ടെസ്റ്റ് ഇതൊക്കെ തന്നെ കൊറോണയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഡി ഡൈമർ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ രക്തം കട്ട കെട്ടാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ കൂടുകയാണ്. അപ്പൊ ഇത് നമ്മൾ അറിയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ എല്ലാവരും പോയി ഡി ഡൈമർ ടെസ്റ്റ് ഒന്നും ചെയ്യത്തില്ല, പക്ഷെ അസുഖം വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ, ദൈനംദിന ഭക്ഷണത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ അസുഖം വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ നമ്മുടെ രക്തത്തിനകത്ത് രക്തം ഓടുന്ന അതിനകത്തേക്ക് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഇങ്ങനെ ഓരോ ഉണ്ട പോലെ ബ്ലഡ് ക്ലോട്ട്സ് വരികയാണ്. അപ്പൊ എനിക്കൊരു പേഷ്യന്റ് ഇപ്പൊ കിടക്കാണ് അവിടെ. ഇവർക്ക് കരോട്ടിഡ് ആർട്ടറിക്കകത്ത് ബ്ലോക്ക്, കാലിന് പൊപ്ലിറ്റിയൽ ഓൾമോസ്റ്റ് ബോഡിക്കകത്ത് എല്ലാം തന്നെയും ബ്ലോക്ക് വരും. ഇതൊരു ഓട്ടോ ഇമ്യൂൺ ഇഷ്യൂ ആണ്. ഈ കൊറോണ ഇൻഡ്യൂസ്ഡ് ആയിട്ട് നമ്മളുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കൂടിയിട്ട്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് വെസൽസിനകത്ത് ക്ലോട്ട് ഉണ്ടാക്കുകയാണ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫൈബ്രിൻസ് ഉണ്ടാവുകയാണ്. ഫൈബ്രിനും അതുപോലെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. പ്ലേറ്റ്ലെറ്റ് ഇതെങ്ങനെയാണ് ക്ലോട്ട് ഉണ്ടാവുന്നത്? ആത്രോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു ക്ലോട്ട് അല്ല ഞാനിപ്പോ പറയുന്നത്. 2 തരമുണ്ട്. അപ്പൊ ആത്രോസ്ക്ലിറോസിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂറിക് ആസിഡും കാൽസ്യവും അതുപോലെ ഈ പറയുന്ന കൊളസ്ട്രോളില് ട്രൈഗ്ലിസറൈഡും VLDL ഇത്രയും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ, അതുപോലെ ഏറ്റവും പ്രധാനമാണ് ഫ്രീ റാഡിക്കൽസും കൂടെ വേണം. ഫ്രീ റാഡിക്കൽസ് വരുമ്പോൾ എൻഡോത്തീലിയത്തില് നമ്മുടെ ഈ രക്തക്കുഴലിനകത്ത് ഒരു ചെറിയതായിട്ട് ഒരു എന്താ പറയുക സ്ക്രാച്ച് വരും. ഈ ഫ്രീ റാഡിക്കലാണ് ഇതിന്റെ കാരണം. അൺസ്റ്റേബിൾ ആയിട്ട് ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മളെപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ കൂടുതൽ കഴിക്കണമെന്ന്. അങ്ങനെ കഴിച്ചാൽ മാത്രമേ ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു വിഷവസ്തു നമ്മുടെ ശരീരത്തിൽ ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ആ ഫ്രീ റാഡിക്കൽ ബോഡി ഇങ്ങനെ ബ്ലഡിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. അൺസ്റ്റേബിൾ ആറ്റമാണ് അതിങ്ങനെ ഒരു ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു സംഭവം. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്തോ ചെയ്യും, നേരെ ഈ രക്തക്കുഴലിനകത്ത് പോയി പറ്റിപ്പിടിക്കുമ്പോ സ്ക്രാച്ച് ആയി ആ രക്തക്കുഴലിന്റെ അകത്ത് എൻഡോത്തീലിയം ചീത്തയായി. അങ്ങനെ വരുമ്പോഴാണ് ഈ കൊളസ്ട്രോളും ഈ സംഭവം യൂറിക് ആസിഡും കാൽസ്യവും കൂടെ അവിടെ കയറി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മോക്കുരു പോലെ അവിടെ അടയും. അതിങ്ങനെ വളർന്നു 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 വരുമ്പോഴത്തേക്കാണ് ബ്ലോക്ക് ആവുന്നത്. മനസ്സിലായി? അതൊരു സ്ലോ പ്രോസസ് ആണ്. അതേസമയം ഞാൻ ഇപ്പൊ പറയുന്ന ഈ കാര്യം, അതായത് ഡി ഡൈമർ പോസിറ്റീവ് ആവുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകൾ കേട്ടിട്ടില്ലേ? അത് ഇതിന്റെ ഒരു കാര്യം. പെട്ടെന്ന് തന്നെ അങ്ങ് ബ്ലോക്ക് ആവുകയാണ്. ബ്ലഡ് വെസലിനകത്ത് ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയാണ്. ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ രക്തത്തിനകത്ത് ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്യാനും, പ്ലേറ്റ്ലെറ്റ് ആണല്ലോ ക്ലോട്ടിന്റെ ആദ്യത്തെ സംഭവം. പ്ലേറ്റ്ലെറ്റും അതുപോലെ തന്നെ ഫൈബ്രിൻ എന്ന് പറഞ്ഞ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഫൈബ്രിൻ ഉണ്ടാവും. ഈ ഫൈബ്രിൻ എന്ന് പറയുന്നത് കൂടെ ആകുമ്പോഴത്തേക്ക് ക്ലോട്ടായി അത് പെട്ടെന്ന് തന്നെ ബ്ലഡ് വെസലിനെ ബ്ലോക്ക് ആക്കും. ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് പെട്ടെന്ന് മരിക്കുന്നത്, കുഴഞ്ഞു വീണ് മരിക്കുന്നതും സ്ട്രോക്ക് ആവുന്നതും ഈ ഡീപ്പ് വെയിൻ ത്രോംബോസും ഒക്കെ വരുന്നത്. അപ്പൊ ഇത് തീർച്ചയായും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ, ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ 1 by 1 ആയിട്ടൊന്ന് ഫോളോ ചെയ്യുക. നമ്പർ 1, ഗാർലിക്, അതായത് നമ്മളുടെ വെളുത്തുള്ളി ഏറ്റവും നല്ലതാണ് ഇതിന്. വെളുത്തുള്ളിയുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, അതിനകത്ത് അലിഡിൻ കഴിഞ്ഞ അലിസിൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആവണം. അതിന് വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് ചതച്ച് ഒരു 10 മിനിറ്റ് പുറത്ത് വയ്ക്കണം. ഉടനെ തന്നെ അടുപ്പിനകത്ത് കറിക്കകത്ത് ഇടരുത്. ചതച്ച് ഇത്തിരി നേരം വെക്കുക. എന്നിട്ട് വേണം ഒന്ന് സോട്ട് ചെയ്തും കഴിക്കാം. അല്ലാതെ ഏറ്റവും എളുപ്പം വെളുത്തുള്ളി പിക്കിൾ എന്ന ഒരു സംഭവം ഉണ്ട്. ഇച്ചിരി ഒന്ന് വാട്ടിയിട്ട് നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിച്ച് ലേശം ഉപ്പ് ഇട്ട് 2 ദിവസം വെളിയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നല്ല പുളിച്ച് നമ്മുടെ പിക്കിൾഡ് ഗാർലിക് കിട്ടും. അതെല്ലാ ദിവസവും ഒരു 5-6 എണ്ണം കഴിക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ അലിസിൻ കിട്ടാനൊരു സാധ്യതയുണ്ട്. പിന്നെ അതെടുത്തിട്ട് നമ്മൾ പുറത്ത് വെച്ചൊന്ന് ചതച്ച് കുറച്ചു നേരം വെച്ചതിന് ശേഷം കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ പിക്കിൾഡ് ആയിട്ടുള്ള ഗാർലിക് കഴിക്കുക. ഈ അലിസിൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് അതിനകത്തുള്ള ആക്റ്റീവ് ആന്റി ഓക്സിഡന്റ് നമ്മുടെ ഈ രക്തക്കുഴലിനകത്തുള്ള രക്തത്തിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ ഒരുമിച്ച് ജോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ
അത് ഒരുമിച്ച് കൂടാൻ സഹായിക്കത്തില്ല. അതിനെ അഗ്രിഗേറ്റ് ചെയ്യത്തില്ല, സെഗ്രിഗേറ്റ് വിട്ട് കളയും. അപ്പൊ അങ്ങനെ അപ്പൊ അതിന് അതോടൊപ്പം തന്നെ ഫൈബ്രിനോലൈസിസ് പ്രോപ്പർട്ടി ഉണ്ട്. ഫൈബ്രിൻ ഉണ്ടാകുമ്പോഴാണ് ക്ലോട്ട് വരുന്നത്, ഫൈബ്രിനും ഈ പ്ലേറ്റ്ലെറ്റും. അപ്പോൾ ഈ ഫൈബ്രിൻ ഉണ്ടാവുന്ന ഈ ക്ലോട്ടിനെ അത് അലിയിച്ച് കളയും, ഫൈബ്രിനോലൈസിസ് ചെയ്യും. അപ്പൊ എത്ര നല്ലതാണ് നമ്മുടെ വെളുത്തുള്ളി എന്ന് ആലോചിക്കുക. നിങ്ങൾ ഇത് ദിവസവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. രണ്ടാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൈറ്റമിൻ K2 ആബ്സെൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ആർക്കും വൈറ്റമിൻ K2 കിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ഭക്ഷണത്തിൽ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ സോർക്രാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ക്യാബേജ് എടുത്തിട്ട് അരിഞ്ഞ് നല്ല തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അത് ഞാനൊരു എന്താ പറയാ ഒരു അമൂല്യ ഭക്ഷണം നിമിഷങ്ങൾക്കുള്ളിൽ, സർവ്വരോഗ സംഹാരിയായ ഭക്ഷണം നിമിഷങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ നമ്പർ 315. ആ വീഡിയോ നോക്കണം നിങ്ങൾ. അതിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പിക്കിൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് അരിഞ്ഞിട്ട് അത് കുപ്പിക്കകത്ത്, വെള്ളത്തിലിടരുത്, കുപ്പിക്കകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് ഇളക്കിയിട്ട് കുപ്പിക്കകത്ത് ഇടിച്ചമർത്തി വെക്കണം. ഇടിച്ചമർത്തി 21 ദിവസം പുറത്ത് വെക്കണമെന്നാണ്. പക്ഷെ എന്റെ നോട്ടത്തിൽ ഒരു 10 ദിവസം ആകുമ്പോഴേ ഇത് കുളിച്ചു തുടങ്ങും, പിക്കിൾ പോലെ ഇരിക്കും. അന്നേരം തൊട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. പിന്നെ ഒത്തിരി ചിലർ ഒരു നാറ്റം വരികയാണെങ്കിൽ കഴിക്കരുത്, അത് കുഴപ്പമാണ്. അതിനകത്ത് കുറെ വിഷമുള്ള സാധനങ്ങളൊക്കെ കാണും, ക്യാബേജിന്റെ പുറത്തൊക്കെ ഉള്ള ഇലയിലേ. അപ്പൊ അങ്ങനെയാണ് ഈ തീർച്ചയായും ഈ ചൊവ ആയി പോകുന്നത്. അത് കഴിക്കരുത്. സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കളയണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നല്ലതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. 10-15 ദിവസം ആകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജ് വെക്കാം. കാരണം ഇതിന്റെ ടെമ്പറേച്ചർ, ഇത് തയ്യാറാകുന്ന ടെമ്പറേച്ചർ 15-നും 25-നും ഇടയ്ക്കുള്ള ടെമ്പറേച്ചറാണ്. അപ്പൊ അത് നമുക്ക് നമ്മുടെ പുറത്ത് വെക്കുമ്പോഴത്തേക്ക് ആ ടെമ്പറേച്ചർ ഓക്കെ ആണെങ്കിൽ തീർച്ചയായും അത് ശരിയായി വരും. ശരിയായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. പിന്നെ എല്ലാ ദിവസവും 1 ടേബിൾ സ്പൂൺ. ഇതിനകത്ത് വൈറ്റമിൻ K2 എക്സലന്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പറ്റിയ എളുപ്പമുള്ള മാർഗം. അപ്പൊ ഈ വൈറ്റമിൻ K2 നമുക്ക് കിട്ടാൻ ഈ ഒരു രീതിയിലേക്ക് എല്ലാ ദിവസവും കുറച്ച് ക്യാബേജ് കഴിക്കാൻ നോക്കുക, ഈ വെളുത്തുള്ളി കഴിക്കാൻ നോക്കുക. ഇപ്പൊ 2 കാര്യം. വൈറ്റമിൻ K2 ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ രക്തത്തിൽ കിടക്കുന്ന കാൽസ്യം ഇല്ലേ, കാൽസ്യം ഇതിന്റെ ബ്ലോക്ക് ഉണ്ടാക്കുന്നതല്ലേ, അതിനെ എടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലിനകത്ത് കയറ്റി വിടും. എല്ലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട്, എല്ലിന് ആ കാൽസ്യം വേണം. അതിന് പകരം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? രക്തത്തിലാണ് കാൽസ്യം കിടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഏതൊരു കാൽസ്യത്തിന്റെ ടാബ്ലറ്റ് ആവട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാൽസ്യം ആവട്ടെ, അതെല്ലാം ബ്ലഡിൽ കിടക്കുകയാണ്. അത് ബ്ലഡിൽ കിടക്കുന്നതിന്റെ കാരണം മഗ്നീഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ D3, ഈ പറയുന്ന വൈറ്റമിൻ K2 ഇവയുടെയൊക്കെ ആബ്സെൻസ് ആണ്. ഇതെല്ലാം വേണം. നമ്മുടെ രക്തത്തിൽ നിന്നും കാൽസ്യം നമ്മുടെ ശരീരത്തിൽ എല്ലിനകത്ത് കയറണമെങ്കിൽ എത്ര കാര്യം വേണമെന്ന് അറിയാമോ? ഏകദേശം കാൽസ്യം കൂടാതെ 12 മിനറലും 64 ട്രേസ് എലിമെന്റ്സും വേണം. അതിലുള്ള 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിൽ ഈ എല്ലാ ട്രേസ് എലിമെന്റ്സും മിനറൽസും കിട്ടാനാണ് കാൽസ്യത്തിനോടൊപ്പം ഞാൻ ഈ സ്നാക്ക് പറയുന്നത്. സ്നാക്ക് ബോൾസ് പറയത്തില്ലേ, അതൊക്കെ നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മതി, എല്ലാം വിശദമായിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു സ്നാക്ക് കഴിക്കുകയും ഈ പറയുന്ന വെളുത്തുള്ളിയുടെ ഒരു നല്ല ഒരു പിക്കിൾ ഉണ്ടാക്കി കഴിക്കുകയും അതോടൊപ്പം പിന്നെ സോർക്രാറ്റ്, അതുപോലെ പിക്കിൾഡ് വെജിറ്റബിൾ എളുപ്പമാണ്. ക്യാരറ്റും ബീട്രൂട്ടും അതോടൊപ്പം കുറച്ച് കോവയ്ക്കയും കൂടെ ഇട്ട് നന്നായിട്ട് അരിഞ്ഞ് അത് നമ്മുടെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലിടുക. അത് 2 ദിവസം പുറത്ത് വെച്ചാൽ മതി, ലേശം ഉപ്പിട്ട് പുറത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുക. 2 ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണം ഇത്. അപ്പൊ ഇതെല്ലാം ഈ സർവ്വരോഗ സംഹാരിയായ ഭക്ഷണം നിമിഷങ്ങൾക്കുള്ളിൽ എന്നുള്ള വീഡിയോ കിടപ്പുണ്ട്. അതെടുത്ത് എഴുതിയെടുത്ത് ചെയ്യണം വ്യക്തമായിട്ട്. ഇതെല്ലാവർക്കും അസുഖം ഇപ്പൊ ഒന്നും ആർക്കും കാണത്തില്ല, പക്ഷെ അത് വളരെ സട്ടിലായിട്ട് നമ്മളുടെ ബ്ലഡില് ഈ ഡൈമർ ടെസ്റ്റ് പോയി ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് സോർക്രാറ്റും പിക്കിൾഡ് വെജിറ്റബിളും കൂടാതെ നമുക്ക് വൈറ്റമിൻ K2 നമ്മുടെ ശരീരത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഈ നട്ട്സും സീഡ്സും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ചിക്കനും മുട്ടയും ഫിഷും ഒക്കെ നന്നായിട്ടുള്ളതാണ്, വൈറ്റമിൻ K2 കിട്ടും. അപ്പൊ നോൺ വെജിറ്റേറിയൻസിന് കുഴപ്പമില്ല, വെജിറ്റേറിയൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും വളരെ വൈറ്റമിൻ K2 അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഗാർലിക്കും. വൈറ്റമിൻ K2 ഗാർലിക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന അലിസിനും രക്തക്കുഴലുകൾക്കകത്തുള്ള അടവിനെ മാറ്റും. മൂന്നാമത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഭക്ഷണം നമുക്ക് ഇതുപോലെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഈ രക്തക്കുഴലിനകത്ത് അടവിനെ കുറയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ പറ്റുന്ന ബീട്രൂട്ട് ആണ്. ബീട്രൂട്ടിനകത്തുള്ള ബീറ്റാനിൻ ഞാൻ പറയത്തില്ലേ, അതുപോലെ BP കുറയ്ക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും അതുപോലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കാനുള്ള നൈട്രേറ്റ്സിന്റെ കല പറയാം. അപ്പം ബീട്രൂട്ടും നമ്മൾ മറ്റേ പിക്കിൾ ഇടുന്നതുകൊണ്ട് അങ്ങനെ അതിന്റെയും കൂടെ സോഴ്സ് എളുപ്പമാണ്. പിന്നെ പൈനാപ്പിൾ, നമ്മൾ വിചാരിക്കും ഈ പൈനാപ്പിൾ ഒക്കെ കഴിച്ചാൽ രക്തം, സ്ഥിരമായിട്ടുള്ള പൈനാപ്പിളിന്റെ ഉപയോഗം ഒരു പരിധി വരെ ഫൈബ്രിനോലൈസിസ്, നേരത്തെ പറഞ്ഞ രക്തക്കുഴലിനകത്തുള്ള ക്ലോട്ടിനെ അലിയിച്ച് കളയുന്ന ഒരു കാര്യമാണ്. അപ്പൊ പൈനാപ്പിൾ, അതുപോലെ പപ്പായ, ഇതൊക്കെ ഈ ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. കൂടാതെ ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ കലവറ ഉള്ള, അത് നമ്മൾ ഈ ഫിഷ് കൊണ്ട് ചിക്കനും കൊണ്ട് കൂടാതെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒമേഗ 3 കിട്ടുന്ന ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അതോടൊപ്പം ആൽമണ്ട്സും വാൽനട്ട്സും, അതായത് ബദാമും വാൽനട്ട്സും വളരെ കൂടുതൽ ഈ പറയുന്ന ഒമേഗ 3 ഉണ്ട്. ഒമേഗ 3 ഈ ഒരു ക്ലോട്ടിനെ അലിയിച്ച് കളയുന്ന ഒരു നല്ല ഒരു നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകമാണ്. അതോടൊപ്പം വെർജിൻ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും, നിങ്ങൾ ആലോചിക്കും മോണോ സോഡിയം ഫാറ്റി ആസിഡ്, അല്ല മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോളിന്റെ കലവറ. ഇത് നമ്മളെ ഈ പഴയ പന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് ആണല്ലോ ഈ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടുന്നത്. ഒട്ടിപ്പിടിക്കുന്നത് സാച്ചുറേറ്റഡ് ട്രൈഗ്ലിസറൈഡും VLDL ആണ്. അതിനെ ഇളക്കി കൊണ്ടുപോകുന്നതാണ് HDL. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത്, HDL. അപ്പൊ ഈ HDL-ഉം LDL-ഉം തമ്മിലുള്ള അനുപാതം ആണ് ഏറ്റവും പ്രധാനം. അത് 1:4 ആയിട്ടിരിക്കണം. അപ്പൊ HDL കൂട്ടി കൊടുത്താൽ മതി. അതിന്റെ കലോറിയാണ് വെർജിൻ കോക്കനട്ട് ഓയിലും ശരിക്കും പറഞ്ഞ നെയ്യും. നെയ്യിനകത്ത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്, അൺസാച്ചുറേറ്റഡ് എന്നല്ല, ഈ പറയുന്ന വൈറ്റമിൻ K2 ഉണ്ട്. അതാണ് അതിന്റെ പ്രധാനം. മനസ്സിലായോ? അപ്പൊ നമ്മള് നെയ്യ് ദിവസം 1 ടേബിൾ സ്പൂൺ കഴിക്കുക, വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിക്കുക. പക്ഷെ അല്ലാതുള്ള റിഫൈൻഡ് ഓയിൽ കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് കഴിയുന്നതും ആട്ടിയ വെളിച്ചെണ്ണ, അത് അൺറിഫൈൻഡ് ആണല്ലോ, ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. മറ്റുള്ള എണ്ണകളൊന്നും ഉപയോഗിക്കരുത് ദയവ് ചെയ്ത്. അതൊക്കെ തന്നെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം. സ്ഥിരമായിട്ട് അതിന്റെ ഉപയോഗം ഒത്തിരി ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാവും. ആ ഇൻഫ്ലമേഷൻ നമ്മുടെ രക്തക്കുഴലിനകത്തും ഉണ്ടാവും. ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ എളുപ്പമുള്ള കാര്യം, സോർക്രാറ്റ് ഉണ്ടാക്കുക, പിക്കിൾഡ് വെജിറ്റബിൾ ഉണ്ടാക്കുക. പിന്നെ മീനും മുട്ടയും നോൺ വെജിറ്റേറിയൻസ് അത് കഴിക്കാം. വെജിറ്റേറിയൻസിനെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കാരണം അവർക്ക് ഇതിന്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം, പൈനാപ്പിൾ സ്ഥിരമായി ഉപയോഗിക്കുക, പപ്പായ സ്ഥിരമായി ഉപയോഗിക്കുക, അതോടൊപ്പം ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ നെയ്യ് ഒരു പരിധി വരെ കഴിക്കുക. നെയ്യ് കഴിക്കാം, നല്ല ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള നെയ്യ് കിട്ടിയാൽ വളരെ നല്ലത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി എല്ലാ ദിവസവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. അപ്പൊ ഇത്ര കാര്യങ്ങൾ, ഏകദേശം 5-6 ഭക്ഷണ സാധനങ്ങളിലൂടെ രക്തക്കുഴലിനകത്ത് ഉണ്ടാവുന്ന അടവിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രാവശ്യം ഇതുപോലെ അടവ് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഈ ഭക്ഷണത്തിൽ കൂടെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് നമ്മൾ കുറച്ച് മെഡിസിൻസ് തന്നെ കഴിക്കണം. അലോപ്പതി അത്യാവശ്യമാണ്. ഞാൻ അലോപ്പതി ഡോക്ടറാണ്. അലോപ്പതി ചികിത്സയ്ക്ക് ഒട്ടും എതിരല്ല. എന്റെ ചികിത്സയിലെ ഹോളിസ്റ്റിക് തെറാപ്പിയിൽ അലോപ്പതി നമ്പർ 1 ആയിട്ടുണ്ട്. അവിടെ വന്ന് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ മരുന്ന് കഴിക്കുന്നവരാണ്. മരുന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് കൂടെ നോക്കുന്നത് ഭക്ഷണത്തിനകത്തുള്ളത്. അതുപോലെ ഈ വ്യായാമം, അതുപോലെ ഫിസിയോതെറാപ്പി, അതോടൊപ്പം നമ്മളുടെ നാച്ചുറോപ്പതി ചികിത്സ, ആയുർവേദിക് ചികിത്സ, ഇതിനൊക്കെ എൻ്റെ കീഴിൽ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നത് വഴി പല അസുഖങ്ങളും, തല മുതൽ പാദം വരെയുള്ള പല അസുഖങ്ങളും നമുക്ക് ഒരുമിച്ച് മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിംസ് മെഡിസിറ്റി നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള അവിടുത്തെ ഹോളിസ്റ്റിക് ഹെഡാണ്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പോവാണ്, അതിന് മുന്നെയാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോ തീർച്ചയായും നമ്മളുടെ ഈ ഒരു ചികിത്സാ സമ്പ്രദായം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതിയിലൂടെ നല്ല ജീവിതശൈലി, അതുപോലെ വ്യായാമം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് ഈ D-ഡൈമർ പോസിറ്റീവ് ആയിട്ടുള്ളവർ ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം D-ഡൈമർ പലരും ഈ എക്സ്ട്രാ ആയിട്ട് വ്യായാമം ചെയ്യുന്ന സമയത്ത് പലരും ജിമ്മിൽ വെച്ച് മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരും അതൊന്ന് കോഷ്യസ് ആയിട്ട് പോകണം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു ആസ്പിരിൻ 50 മില്ലിഗ്രാം ആസ്പിരിൻ കഴിക്കുന്നത് നല്ലതാണ്. അതൊരു ബേബി ആസ്പിരിൻ എന്ന് പറയും. അത് വളരെ നല്ലത്. അതൊക്കെ പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പൊ അതിനൊക്കെ തന്നെ ഡോക്ടറിന്റെ ഒരു സൂപ്പർവിഷൻ വളരെ അത്യാവശ്യമാണ്. ഞാനിങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ പേഷ്യൻസിനെ കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൺഡേ, അതായത് ഏപ്രിൽ 20-ന്
ഞാൻ എറണാകുളത്ത് എടപ്പള്ളി പുനർനവ ഹോസ്പിറ്റലില് ഒരു കൺസൾട്ടേഷൻ ഉണ്ട്. അതായത് എടപ്പള്ളി പുനർനവ ഹോസ്പിറ്റൽ. അത് ആയുർവേദ ഹോസ്പിറ്റലാണ്. പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ ആയതുകൊണ്ട് ഞാൻ ഒരു ദിവസം അവിടെ പോയിരിക്കും. അത് മാസത്തിൽ ഒരിക്കലാണ്. അത് ഈ ഏപ്രിൽ 20, അടുത്ത ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഞാൻ അവിടെ ഉണ്ടാവും. എടപ്പള്ളി പുനർനവ ഹോസ്പിറ്റൽ. താല്പര്യമുള്ളവർ, ആ ഏരിയയിൽ എവിടെങ്കിലും ഉള്ളവർക്ക് കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ മുകളിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാം അറേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.